ാത്ത ഇവരിൽ പലർക്കും ഹോം ട്യൂഷൻ നൽകപ്പെടുന്നു. ഉണരും ഇടം തൊട്ട് ഉറങ്ങും വരയ്ക്ക് നമ്മൾ ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ അനുഭവിക്കുന്നതിനേക്കാൾ രൂക്ഷമായി അവരുടെ മാതാപിതാക്കളുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്. അവഗണനയുടെയും അവജ്ഞയുടെയും ആഗ്നേയാസ്ത്രങ്ങൾ തൊടുത്തുകൊണ്ട് സമൂഹം അവരുടെ മനസ്സുകളെ തീയിടാറുണ്ട്. പരിഹാസത്തിൻ്റെ സൂചിബാണങ്ങൾ കൊണ്ട് തൽപ്പമൊരുക്കാറുണ്ട്. ഒന്നറിയുക, കാലത്തിനു മുന്നിൽ, ഈശ്വര ചൈതന്യത്തിനു മുൻപിൽ, തിരിച്ചറിവുള്ള ജനതയ്ക്ക് മുന്നിൽ നിങ്ങൾ അല്പനായി തരം താഴുകയാണ്. എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതിൽ ഇവളെ പ്രസവിച്ച് ആദ്യത്തെ വർഷം കുഴപ്പം അങ്ങനെ എല്ലാ കുട്ടികളുമായി മുഖത്ത് നോക്കായി അങ്ങനെയൊക്കെ വന്നപ്പോൾ എൻ്റെ സംശയങ്ങൾ ഇങ്ങനെ ഓരോരുത്തരോട് പ്രകടിപ്പിച്ചപ്പോൾ അങ്ങനെ തന്നെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുക, അതൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 45-50 ആയി. പക്ഷെ ഇവള് മുഖത്ത് നോക്കുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ അവരെ ഡോക്ടറെ കണ്ട്, ഞങ്ങളെ സ്ഥിരമായിട്ട് കാണിക്കണം സാധാ ഡോക്ടറെ കാണിച്ചപ്പോൾ പിന്നെ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് സ്കാനിങ്ങിൽ പറഞ്ഞു എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് സ്കാനിങ് ലാസ്റ്റ് ഒരു 16 ദിവസം മുന്നേ, പ്രസവത്തിന് മുന്നെയാണ് സ്കാനിങ് എടുത്തത്. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല അവർ. അപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിച്ചപ്പോഴാണ് ഉമ്മ പറഞ്ഞത് കുട്ടിക്ക് കുറച്ച് കുഴപ്പം വരുമെന്ന് പ്രസവത്തിൻ്റെ 16 ദിവസം മുന്നേ ഡോക്ടർ പറഞ്ഞു. 4 വയസ്സായി 5 വയസ്സായപ്പോൾ എല്ലാവരും പറഞ്ഞ് സ്കൂളിൽ ചേർത്താൻ പറ്റുമെന്ന് അപ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കാം. പക്ഷെ ഇല്ല, ചിലവരുടെ അഭിപ്രായം ഇവരെ പുറത്ത് വിടില്ല, ഇവരെ വീട്ടിൽ തന്നെ ഒതുക്കിയിട്ട് നമ്മൾ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് വളർത്തണം. അങ്ങനെ ഞാൻ ഒരു സ്കൂളിൽ പേരൊന്നും ഞാൻ അവതരിപ്പിക്കണില്ല, ഒരു സ്കൂളിൽ മാഷിനോട് സംസാരിച്ചപ്പോൾ ശരി ചേർത്ത അവർക്കാണെങ്കിൽ കുട്ടികളെ കിട്ടാത്തൊരു അവസരം, ശരി എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് കുട്ടീനെ കൊണ്ടുപോയി 5 വയസ്സ് കഴിഞ്ഞ് 6ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി അവിടെ ചെണ്ടുപോയി. അപ്പോൾ ആ കുട്ടികൾ എല്ലാ സ്കൂളിൽ തുറക്കണം അന്ന് എല്ലാവരും കിണ്ണമാതിരി യൂണിഫോമൊക്കെ അടിച്ച് അവരെ വണ്ടിയിലാണ് കയറ്റി വിട്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷം അത് വല്ലാത്തൊരു സഹിക്കാൻ പറ്റും. അങ്ങനെ അവിടെ പോയി ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഉണ്ട് മാഷിൻ്റെ വീട്. ഈ കുട്ടി ഈ സ്കൂളിൽ എടുക്കുന്ന കുട്ടിയല്ല, കാരണം ഇതിനെ അങ്ങനെ പുറത്തേക്ക് വിടാൻ പറ്റിയ കുട്ടികളും എല്ലാ കുട്ടികളുമായും പറ്റുന്നതല്ല, ഇത് ബാത്റൂമിൽ പോണത് അറിയണില്ല, വേറെ ഒന്നും ചെയ്യുന്നില്ല, മറ്റുള്ള കുട്ടികൾക്ക് ഗുരുതരമാണെന്ന് പറയും. സാറ് ഒരു ദിവസം കൂടി ശ്രമിച്ച് നോക്കാൻ പറ്റും വെച്ചു. അന്ന് ഞങ്ങൾ നാളെയും കൂടി ഇന്ന് പോയി വന്ന് കൊണ്ടുവരും, ഇന്ന് നാളെയും കൂടി വരും പറഞ്ഞു. പിറ്റേന്ന് ഞാനും ഓളും കൂടി പോയി. പക്ഷെ അവർ ഒരിക്കലും സമ്മതിച്ചു. ഞങ്ങളുടെ പള്ളം സ്കൂളിലത്തെ ടീച്ചർ, ഡീന ടീച്ചറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു ടീച്ചർ. ഞാൻ എത്ര ഇതായാലും ആ ടീച്ചറെ ഞാൻ മറക്കാം. ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും സ്കൂളിൽ ഇരുത്താൻ പറ്റുമെന്ന് ശ്രമിക്കുക, നീ എടുക്കണം കുറച്ച് ബുദ്ധിമുട്ട് നമുക്കത് സ്കൂളിൽ വന്ന് എന്നിങ്ങനെ നോക്കുക, ഒരു ദിവസം കൊണ്ടുപോയി പറഞ്ഞു. അങ്ങനെ ഞാനും ഡീന ടീച്ചർ പറഞ്ഞ ദിവസം കുട്ടീനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഒരു ആനുകൂല്യങ്ങളൊന്നും ഇവൾക്ക് കിട്ടുമെന്ന് നോക്കണ്ട, ഇരുത്തി നോക്കാം. എനിക്ക് ആനുകൂല്യങ്ങളല്ല, അവളൊരു സ്കൂളിൽ ആക്കുക എന്നുള്ളൊരു പ്രധാനം. അങ്ങനെ അവളെ സ്കൂളിൽ ഞാൻ കൊണ്ടുപോയി. ആദ്യത്തെ ദിവസം അവൾ കുറേ കുട്ടികളെ കാണാൻ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ഞാൻ അവളെ കസാരയിൽ ബെഞ്ചിമ്മ അവളെ ഒപ്പം ഇരുന്നു. 1 മാസം ഞാൻ അവളെ ഒപ്പം ഇരുന്നു. ആ 1 മാസം കഴിഞ്ഞ് അടുത്ത മാസം തൊട്ടിട്ട് ഞാൻ അവളെ ക്ലാസ്സിൻ്റെ പുറത്തിരുന്നു, ഒരു കസാര ഇട്ടിട്ട് അവളെ കാണുന്ന ലെവലിൽ. അപ്പോൾ കുറച്ചൊരു സ്ഥാനത്ത് അവൾക്ക് വന്നമായി. അത് കഴിഞ്ഞ് 1 മാസം ഞാൻ അവളെ ക്ലാസ്സിൻ്റെ പുറത്ത് കുറച്ച് വിട്ടിരുന്നിട്ട് അവളെ കുറച്ച് ദൂരത്തുനിന്ന് കാണാൻ പറ്റുന്ന ലെവലിൽ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത മാസം തൊട്ട വീട്ടിൽ പോയി ഇവളെ എന്താണോ കാണിക്കണമെന്ന് ഓരോ മണിക്കൂറും ഞാൻ പോയി. അപ്പം അങ്ങനെ കുറഞ്ഞ് വരികയാണ് ഇവിടെ പ്രശ്നങ്ങൾ. മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കുറഞ്ഞു വരിക. അങ്ങനെ 1 വർഷം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഞാനും ഡീന ടീച്ചറും അങ്ങനെ ഇരുന്ന്. അങ്ങനെ പിന്നെ ആ പിറ്റത്തെ വർഷം അവൾ വണ്ടി വരുമ്പോൾ ഡ്രസ്സ് മാറാൻ പോരുക. അങ്ങനെ അവിടെ ചെന്ന് കുറച്ചൊക്കെ അവർക്ക് നല്ല ബുദ്ധിമുട്ട് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം അവർ ബാത്റൂമിൽ പോയാൽ എന്നെ വിളിക്കണം, ഫോൺ ചെയ്യണം, ഞാൻ പോയി കഴുകി വൃത്തിയാക്കണം. അങ്ങനെയൊക്കെ അവർ നല്ല എന്തായാലും 4 വർഷം അവിടെ പള്ള സ്കൂളിൽ അവൾ നല്ല കുട്ടിയായിട്ട് പോയി. ആ BRCൻ്റെ കാര്യം പറയുകയാണെന്നുവെച്ചെങ്കിൽ ടീച്ചർമാർ
ഞങ്ങൾ വടി വീട്ടിൽ എപ്പോഴെങ്കിലും ഒരു വടി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പം ടീച്ചറിൻ്റെ വാക്കെൻ്റെ മനസ്സിൽ വരിക, അവരെ സ്നേഹം കൊണ്ട്. അപ്പം ഞാൻ ആ വടി അവിടെ വെച്ച് അവളെ അടുത്ത് വിളിച്ച് അവളെ സ്നേഹം കൊണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കഴിയാൻ പറ്റാത്തത് ഇവിടുത്തെ ടീച്ചർമാർക്ക് കഴിയുന്നുണ്ട്. വീട്ടുകാർ പോലും ഓരോ കാര്യം അന്വേഷിക്കാത്ത സമയങ്ങളായിരിക്കും ടീച്ചർ വിളിച്ചിട്ട് എന്താ മൂസിനെ കാണിയത്, എന്തെങ്കിലും മൂസിനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ടീച്ചർമാരെ ഞങ്ങൾക്ക് ജീവിതത്തിലും എല്ലാ ടീച്ചർമാരും ഒരാളെ മാത്രമല്ല ചോദിച്ചിട്ട് ഞങ്ങളുടെ ഇതായാലും, പക്ഷെ മറ്റുള്ള ടീച്ചർമാരും ഞങ്ങൾക്ക് നല്ല ഹെൽപ്പാണ്. അവർക്ക് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത വാക്കുകളില്ല അവരോട് അവർ ചെയ്ത കാര്യങ്ങൾ. അത്രയും സന്തോഷമാണ്. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത് ലോക വികലാംഗ ദിവസം. അതായത് ഞാൻ ഡിസംബർ 3-ാം തീയതി എന്നും ഓർക്കുന്ന ദിവസം. കാരണം ഇവർക്ക് എന്തെങ്കിലും അതായത് മറ്റുള്ള സ്കൂളിൽ എന്ത് സ്കൂൾ പരിപാടികളും ഇവരെ മാറ്റി നിർത്തുമല്ലോ, പക്ഷെ വികലാംഗ ദിനത്തിന് ഇവർക്കായിട്ട് മാറ്റിയേക്കുന്ന ദിവസമാണ്. അന്ന് അവള് ഒരു ഡ്രസ്സ്, ഒരു മണവാട്ടിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ടീച്ചർ എനിക്ക് ഞാൻ ഒന്നും ചെയ്യാൻ വിചാരിച്ചില്ല. ടീച്ചർ എനിക്ക് ഫോൺ ചെയ്തു, മൂസാന്റെ മാൻഡേന് നമുക്ക് മൂസാനെ കൊണ്ട് ചെയ്യിക്കേണ്ടായിരുന്നു. എന്താ ചെയ്യാൻ, എന്താ നമുക്ക് എന്തെങ്കിലും ഒരു മണവാട്ടിയുടെ വേഷമെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഞാൻ പോയി വാടക സാധനങ്ങളൊക്കെ എടുത്ത് അവളൊരു മണവാട്ടിയായിട്ട് സ്റ്റേജ്മെന്റ് കയറ്റിയിട്ട് നിർത്തിയപ്പോൾ എനിക്ക് കിട്ടിയ എന്റെ ജീവിതത്തിൽ മറക്കില്ല എനിക്കത്. പിന്നെ എനിക്ക് ഒരു അനുഭവം എനിക്ക് ബസ്സിൽ നിന്ന് കിട്ടിയത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ മോളും കൂടി വടക്കാഞ്ചേരി ബസ്സിൽ കയറി. ബസ്സിൽ ഇവിടെ എപ്പോൾ കയറിയാലും മുന്നിലേക്കാ പോകുക. ഇത് എന്തിനാ ഞാൻ പറയണമെന്നറിയോ, ഇത് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ, ഇനി അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ മറ്റെല്ലാ അമ്മമാരും എല്ലാ മക്കളും ഒരുപോലെ ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട് പറയാൻ. ഞങ്ങൾ ബസ്സിൽ കയറി, ഇവിടെ മുന്നിൽ പോയി, അവിടെ ഒരു ഉമ്മയും 2 മക്കളും ഇരിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ഇവിടെ കണ്ടപ്പോൾ പേടിയായിരുന്നു. ആ അമ്മ എന്നോട് പറഞ്ഞത് നിങ്ങളെ കുട്ടീനായിട്ട് ഒന്നല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ, അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഒന്ന് പിന്നിൽ പോയി കുട്ടീനായിട്ട് ഇരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താ വിളിക്ക് പേടിയാകാൻ? അത് പറഞ്ഞാൽ പറ്റില്ലേ, നിങ്ങളുടെ കുട്ടീനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് പേടിയാകാൻ എന്നാ പറഞ്ഞത്. അത് വല്ലാത്തൊരു വിഷമമായിരിക്കും. കാരണം അവരെ പോലൊരു മക്കൾ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്ത് ചെന്നാൽ ഇവളൊരു മൂലയിൽ കൊണ്ടിരുത്തുന്ന് പറയുമ്പോൾ എൻ്റെ നെഞ്ഞത്ത് വരുന്നൊരു, ഞാൻ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നിട്ട് ഞാൻ അവളോട് കൂടി പങ്കെടുക്കാൻ ചെന്നപ്പോൾ ഇവൾക്ക് എന്തെങ്കിലും കൊടുത്ത് ആ മൂലയിൽ ഇരുത്തുന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു വിഷമം. പക്ഷെ ഞങ്ങൾ ഈ ഗേറ്റിൽ നിന്ന് കടന്ന് ഇവിടെ വരുമ്പോൾ ഈ അശ്വ ടീച്ചർമാരും മാഷന്മാരും എടുത്തിരുന്ന് ഭക്ഷണം മക്കൾക്ക് വിളമ്പിയിട്ട് അവരൊപ്പം ഇരുത്തി തീറ്റിക്കുമ്പോൾ ആ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ജീവിതത്തിൽ. എനിക്ക് ഇങ്ങനെ ഒരു മകളെ തന്നതിൽ എനിക്കപ്പോൾ എല്ലാ വിഷമവും ഞാൻ മറക്കും. കാരണം ഇത്ര സ്നേഹിക്കുന്നവരിൻ്റെ മക്കൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് കിട്ടുന്നുണ്ട്. അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. 5 കൊല്ലമായിട്ടുണ്ടാവും വരുന്നേക്കാൾ മുന്നേ ഇതിന് തിരിച്ചറിവുണ്ടെങ്കിലും ഒരു പ്രതികരണശേഷി ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ BRC വന്നതിന് ശേഷം ഇപ്പോൾ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ലെവലിലേക്ക് എത്തി. പിന്നെ വണ്ടികൾ കണ്ടാലും അതുപോലെ ഓരോ പിക്ചറുകൾ കണ്ടാലും അങ്ങനെ പല ഓരോരോ ഇപ്പോൾ മൃഗങ്ങളെ കണ്ടാൽ ഓരോ പിക്ചറുകൾ കാണിച്ചു കൊടുത്തായിരിക്കണം. അതിൻ്റെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. തെറാപ്പി ഇവിടെ തെറാപ്പി ചെയ്ത ശേഷം ഇപ്പോൾ ഈ അടുത്തൊരു 18 ദിവസമാണ് തെറാപ്പി കിട്ടുന്നത്. ആ തെറാപ്പി ചെയ്തൊരു 5 ദിവസം തെറാപ്പി കഴിഞ്ഞപ്പോൾ ഉടനെ ഒറ്റയ്ക്കാണ് ഇടത്തെ കൈയും ഇടത്തെ കാലാണ് കൂടുതൽ ആക്റ്റീവ്. ഇടത്തെ കൈയും ഇടത്തെ കാലും ആക്ഷനില്ല. ഒറ്റയ്ക്ക് ആ ഒരു കൈ കൊണ്ട് ആ ജനലിൽ പിടിച്ച് തന്നെ സ്വയം നിൽക്കുന്നു. അപ്പോൾ ആ തെറാപ്പി ഒരു 18 ദിവസം കിട്ടിയുള്ളൂ. ഞാൻ കൂടുതൽ ദിവസം കിട്ടുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു 6 മാസം കൊണ്ട് അവർ തന്നെ നിന്നായിരുന്നു. അപ്പോൾ 18 ദിവസം ഞങ്ങൾക്ക് കിട്ടിയിട്ടായ വളരെ പൂർണ്ണ തൃപ്തനാണ്. ദൈവികതയിലേക്കുള്ള പാത മാനുഷികതയിലൂടെയാണെന്ന് ഇവിടുത്തെ അധ്യാപകർ നമ്മോട് പറയാതെ പറയുന്നു. ഉൽപ്പതിഷ്ണുവായ കവി വയലാർ രാമവർമ്മയുടെ വരികൾ നമുക്ക് ഇവിടെ ഓർക്കാം. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. തുമ്പിയും പൂമ്പാറ്റയും ഉറുമ്പും മാത്രമല്ല, നമ്മളും അവരുടെ കൂട്ടുകാരാണ്. മടങ്ങി വന്ന 99 ആട്ടിൻപറ്റങ്ങളെയല്ല, കൂട്ടം തെറ്റിയ ഒരു കുഞ്ഞാടിനെയോർത്താണ് ഞാൻ വേവലാതിപ്പെടുന്നത് എന്ന് വലിയ ഇടയൻ പറഞ്ഞതും മറ്റൊന്നിനെക്കുറിച്ചല്ല. അതെ, മനുഷ്യത്വമാണ് സർവത്തിലും മഹത്തായ സംസ്കൃതി. ലോകത്തിലെ
ഏറ്റവും സ്വാദുള്ള വിഭവം സ്നേഹവും. വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന പ്രതീക്ഷ പടർന്ന നിഷ്കളങ്ക മുഖങ്ങൾ, വിട പറയുമ്പോൾ വിതുമ്പുന്ന ചുണ്ടുകൾ, ഉയർത്തി വീശുന്ന കുഞ്ഞിക്കൈകൾ. നാണയങ്ങളുടെയും കടലാസു പണത്തിൻ്റെയും ആക്കത്തൂക്കങ്ങളേക്കാൾ മൂല്യമുണ്ട് ഈ കർമ്മത്തിന്. സാർത്ഥകം ഈ ജീവിതം, ഇവിടെ എല്ലാവർക്കും സുഖം. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറി പറന്നു വന്നു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു. പാടാ